ആരെയും കടത്തിവിടാതെ ആ മുത്തുനബി ഇരിക്കുന്ന തോട്ടത്തിന്റെ കവാടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ കാവൽക്കാരനായി മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഏകാന്തമായി സമാധാനത്തോടെ ഇരിക്കുന്ന തോട്ടത്തിന്റെ വാതിലിന്റെ ഭാഗത്ത് ആരെയും കടത്തിവിടാതെ നബിതങ്ങൾക്ക് ആവശ്യമുള്ള ഖിദ്മത്തുമായി നബിതങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ ഒരു അനുചരൻ അങ്ങനെ നബിതങ്ങളുടെ ചാരത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന ആ തോട്ടത്തിന്റെ വാതിലിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആരോ ഒരാൾ വന്നിട്ട് പുറത്തു വന്നു നിന്ന് അകത്തേക്ക് കിടക്കുന്നതിന് വേണ്ടിയുള്ള അനുവാദം ചോദിക്കുകയാണ്. ആ അനുവാദം ചോദിക്കുന്നത് കേട്ടപ്പോൾ ആരാണ് പുറത്തു നിൽക്കുന്നതെന്നറിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന ഈന്തപ്പന തോട്ടത്തിന്റെ വാതിലിന്റെ ഭാഗത്ത് അകത്തേക്ക് കടന്നു വരാനുള്ള അനുവാദം ഒരാൾ പുറത്തു നിന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കൂടെ നിൽക്കുന്ന സ്വഹാബിയോട് പറയുകയാണ്, നബി തങ്ങൾക്കറിയാം പടച്ചവനെ ആ സ്വഹാബിക്കറിയില്ല ആരാണ് പുറത്തു വന്ന് നിൽക്കുന്നതെന്ന്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവാദം ചോദിക്കുന്നത് കേട്ടപ്പോൾ അങ്ങനെ പോയ സ്വഹാബി ആരാണെന്നറിയോ? അതാ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആരോ പുറത്തു വന്ന് നിന്നിട്ട് അനുവാദം ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നബി തങ്ങൾ ആ സ്വഹാബിയോട് പറയുകയാണ്, ആ വാതിൽ തുറക്കണേ, ആ വാതിൽ തുറക്കണേ. എന്നിട്ട് ആ വാതിലിന്റെ പുറത്ത് നിൽക്കുന്ന മനുഷ്യനോട് പറയണം, വബശിറുഹു ബിൽ ജന്നാ. ആ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനോട് വാതിൽ തുറന്നു കൊടുത്തിട്ട് പറയേണ്ട കാര്യം എന്തെന്നറിയോ? ആ പുറത്തു നിൽക്കുന്ന മനുഷ്യനോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ സ്വർഗത്തിന്റെ അവകാശിയാണ്, നിങ്ങളുടെ സ്വർഗത്തിന്റെ അവകാശിയാണ്, സ്വർഗത്തിലാണെന്ന സന്തോഷ വാർത്ത പറയണേ എന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആരാണോ ആ വാതിലിന്റെ പുറത്ത് നിൽക്കുന്നത്, ആരാണെന്ന് പേര് പറഞ്ഞില്ല, നബി തങ്ങൾ പറയുന്ന വാതിൽ തുറന്നിട്ട് ആ മനുഷ്യനോട് സന്തോഷ വാർത്ത പറയണം. എന്താണ് പറയേണ്ടത്? നിങ്ങൾ സ്വർഗത്തിലാണെന്ന്. അല്ലാഹുവിന്റെ പ്രവാചകനാണ് സ്വർഗത്തിലാണെന്ന് പറയുന്നത്. സ്വഹാബി ഓടി ചെല്ലുകയാണ്, ആരാണ് പടച്ചവനെ? ആ വാതിലിന്റെ പുറത്തു നിൽക്കുന്ന സ്വർഗത്തിന്റെ അവകാശിയായ ഭാഗ്യവാനായ മനുഷ്യനാരാ? പടച്ചവനെ അറിയണമല്ലോ. ആ സ്വഹാബി ഓടിച്ചെന്ന് വാതിൽ തുറക്കുമ്പോ ആരാണ് പുറത്തു നിൽക്കുന്നതെന്നറിയുമോ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ വാതിലിന്റെ പുറത്തു നിൽക്കുകയാണ്. വാതിൽ തുറന്ന ഉടനെ അബൂബക്കർ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ. പടച്ചവനെ അബൂബക്കർ തങ്ങൾ അകത്തേക്ക് കടന്നു വന്നു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നു. ഒരേ നേരം നബി തങ്ങളോടൊപ്പം ചെലവഴിക്കുകയാണ്. അബൂബക്കർ തങ്ങൾ അവിടെ നിന്ന് മടങ്ങിപ്പോയടോ. അങ്ങനെ നബി തങ്ങൾ പിന്നെയും അവിടെ തന്നെ ഇരിക്കുകയാണ്. കുറച്ചു സമയം കഴിയുമ്പോ രണ്ടാമതും വാതിലിന്റെ ഭാഗത്തൊരു ശബ്ദം കേൾക്കുകയാണ്. പടച്ചവനെ അനുവാദം ചോദിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ാണെന്നറിയില്ല. അപ്പോഴും നബി തങ്ങൾ പറയുന്നു, ആ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനോട് പറയണം, വബശിറുഹു ബിൽ ജന്നാ. ആ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനോടും പറയണം, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത പറയാൻ നബി തങ്ങൾ പറയുകയാണ്. സ്വഹാബി രണ്ടാമത് ഓടുകയാണ്, ആരാണ് പടച്ചവനെ? സ്വർഗത്തിന്റെ അവകാശി ആരാണ് പടച്ചവനെ? വാതിലങ്ങ് തുറന്നു നോക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളാണ് വാതിലിന്റെ പുറത്ത് നിൽക്കുന്നത്. ഉമർ തങ്ങളോടും പറഞ്ഞു, തങ്ങളെ നിങ്ങളുടെ സ്വർഗത്തിലാണ്. നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ സ്വർഗത്തിലാണെന്ന്. പടച്ചവനെ ഉമർ തങ്ങൾ നബി തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നു. നബി തങ്ങളോടൊപ്പം കുറെ സമയം അവിടെ നിന്ന് ചെലവഴിക്കുകയാ. ഉമർ തങ്ങളും അവിടെ നിന്ന് യാത്രയായി. പടച്ചവനെ കുറച്ചു കഴിഞ്ഞപ്പോ മൂന്നാമതും അവിടെ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. മൂന്നാമതും വാതിലിന്റെ ഭാഗത്തൊരു ശബ്ദം കേൾക്കുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അവിടെ നിന്ന് സ്വഹാബിയോട് പറയുകയാണ്, ആ വാതിൽ തുറക്കണേ, ആ വാതിൽ തുറക്കണേ. ആ വാതിലിന്റെ പുറത്ത് നിൽക്കുന്ന മനുഷ്യനോട് പറയണം, ഇഫ്തഹ് അലാ. അതാ നബി തങ്ങൾ പറയുന്നു, ഇഫ്തഹ് അലാ ബൽബാ തഖൂലൂ. നബി തങ്ങൾ പറയുന്നു, ആ വാതിൽ തുറന്നിട്ട് ആ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനോട് നിങ്ങൾ പറയണം, സ്വർഗത്തിലാണെന്ന്, നിങ്ങളുടെ സ്വർഗത്തിലാണെന്ന്. എന്നിട്ട് നബി തങ്ങൾ ഒരു കാര്യം കൂടെ പ്രത്യേകമായിട്ട് പറയുകയാണ്. അബൂബക്കർ തങ്ങൾ വന്നപ്പോൾ പറയാതെ, ഉമർ തങ്ങൾ വന്നപ്പോൾ പറയാതെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം നബി തങ്ങൾ എടുത്തു പറയുകയാണ്. വാതിലിന്റെ പുറത്ത് നിൽക്കുന്ന മനുഷ്യനോട് പറയണം, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ, നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് പറയണം. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുക്കണം, ഇത്തിരി കഷ്ടപ്പാടും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും, ഇത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും.
ഒന്ന് പറയണേ എന്ന് നബി തങ്ങൾ പറയുമ്പോ സഹാബി ചൊല്ലുകയാണ്, ആരാണ് പടച്ചവനെ? വാതിലിന്റെ പുറത്തു നിൽക്കുന്ന മനുഷ്യനാരാണ്? ചെന്ന് നോക്കുമ്പോ വാതിൽ തുറന്നു നോക്കുമ്പോ ആരാണ് പുറത്തു നിൽക്കുന്നതെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവാണ് വാതിലിന്റെ പുറത്തു നിൽക്കുന്നത്. സഹാബി അവിടെ നിന്ന് പറഞ്ഞു, ഉസ്മാൻ തങ്ങളെ നിങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് നബി തങ്ങൾ സന്തോഷവാർത്ത പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇത്തിരി കഷ്ടപ്പാടും ദുരിതങ്ങളും പ്രയാസങ്ങളും അങ്ങ് അനുഭവിക്കേണ്ടി വരുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ തങ്ങൾ നബി തങ്ങളുടെ ചാരത്ത് കിടന്നു വന്നു, നബി തങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചു, അവിടെ നിന്ന് മടങ്ങി പോവുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നറിയോ? അബൂബക്കർ തങ്ങൾ വന്നപ്പോ പറഞ്ഞു ആ മനുഷ്യൻ സ്വർഗ്ഗത്തിലാണെന്ന് പറയാറ്. ഉമർ തങ്ങൾ വന്നപ്പോഴും പറഞ്ഞു ആ മനുഷ്യൻ സ്വർഗ്ഗത്തിലാണെന്ന് പറയാറ്. ഉസ്മാൻ തങ്ങൾ വന്നപ്പോ നബി തങ്ങൾ പറഞ്ഞു സ്വർഗ്ഗത്തിലാണെന്ന് പറയാറ്. ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞു ഇത്തിരി കഷ്ടപ്പാടും ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും, ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും, എന്നാലും ഉസ്മാനെ നിങ്ങൾ സ്വർഗ്ഗത്തിലാണ് എന്ന് നബി തങ്ങൾ അവിടെ നിന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയോ? വായിച്ചു നോക്കണം ചെറുപ്പക്കാരാ. ഉസ്മാൻ എന്ന് പറയുന്ന സ്വഹാബികളുടെ ചരിത്രം അവിടെ നിന്ന് വായിച്ചു നോക്കണം. പടച്ചവനെ, കരയാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല. ഒരു കടുകുമണികൾ അളവെങ്കിലും ഹൃദയത്തിൽ ഈമാനുള്ള ഏതൊരു മനുഷ്യന്റെയും കണ്ണ് നിറയുകയാണ്. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിച്ചാൽ ഏത് മനുഷ്യനും കരയുമടോ, ഏത് മനുഷ്യനും കരയുമടോ. നമ്മൾ മദീനത്ത് പോകാറുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകൾ കിടക്കുന്ന, ഭാര്യമാര് കിടക്കുന്ന, സ്വഹാബത്ത് കിടക്കുന്ന ആ ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോ ആ രണ്ടു ഭാഗത്തും ഇങ്ങനെ ഖബറുകളാണ്. ആ ഖബറിന്റെ ഇടകളിലൂടെ നടന്നു പോകുമ്പോ നേരത്തെയൊക്കെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പടച്ചവനെ, ആ ജന്നത്തുൽ ബഖീയുടെ മധ്യഭാഗത്ത് അടയാളം വെച്ച ഒരു ഖബർ കാണാം. ആ ജന്നത്തുൽ ബഖീയുടെ മധ്യഭാഗത്ത് അടയാളം വെച്ച ഒരു ഖബർ കാണാം. അവിടെ ഒരു പോലീസുകാരൻ കാവൽ നിൽക്കുമായിരുന്നു. ആ ഖബറിന്റെ ചാരത്ത് ചെല്ലുമ്പോ ഇതാരുടെ ഖബറാണെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് പറഞ്ഞു തരുമായിരുന്നു സയ്യിദുനാ ഉസ്മാൻ. ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന വിശാലമായ ഖബർസ്ഥാനിന്റെ മധ്യഭാഗത്ത് കിടക്കുന്ന സ്വഹാബിയാണ് ഉസ്മാൻ തങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങളുടെ ചരിത്രം പഠിക്കണം ചെറുപ്പക്കാരാ. പെങ്ങളെ, വായിച്ചു നോക്കണം പെങ്ങള്. പൊന്നുമോളെ, നിന്റെ കണ്ണൊന്ന് നനയും പെങ്ങള്. നിന്റെ കണ്ണൊന്ന് നനയാതെ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം വായിച്ചു തീർക്കാൻ കഴിയില്ല. പഠിക്കാൻ ഒരുപാട് പാഠമുണ്ട്. ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയുടെ ചരിത്രം വായിച്ചാൽ ഈ സമുദായത്തിന് പഠിക്കുവാൻ ഒരുപാട് പാഠങ്ങളുണ്ടോ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പടച്ചവനെ, ആ സ്വഹാബിയുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ആ സ്വഹാബിയുടെ ജീവിതം നമുക്കൊന്ന് പഠിച്ചു നോക്കാം. മഹാന്മാരുടെ ചരിത്രങ്ങൾ പഠിക്കുന്നത് നല്ലതാണല്ലോ. സാധാരണ ഒരു സ്വഹാബിയല്ല ഉസ്മാൻ തങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, ആ ഉസ്മാൻ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിലെ ദുആയിക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്. നബിതങ്ങൾ ഇങ്ങനെ ഈന്തപ്പന തോട്ടത്തിലൊക്കെ തിരിക്കുമ്പോ വാതിലിന്റെ ഭാഗത്ത് ഇങ്ങനെ അനുവാദം ചോദിക്കുന്നുണ്ട്. ആരാന്നറിയില്ല. നബിതങ്ങൾ ആ കാവൽ നിൽക്കുന്ന സ്വഹാബിയോട് പറഞ്ഞു, ആ വാതിൽ തുറന്നിട്ട് ആ പുറത്തു നിൽക്കുന്ന മനുഷ്യനോട് പറയണം നിങ്ങൾ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞേക്കാൻ. സഹാബി ഓടിച്ചെന്ന് വാതിൽ തുറക്കുമ്പോൾ പുറത്തു നിൽക്കുന്നത് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. കുറെ കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരു ശബ്ദം കേട്ടു. അപ്പോഴും നബിതങ്ങൾ പറഞ്ഞു, ആ പുറത്തു നിൽക്കുന്ന ആളോട് പറയണം സ്വർഗ്ഗത്തിലാണെന്ന്. ചെന്ന് തുറന്നു നോക്കുമ്പോൾ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. മൂന്നാമതും ശബ്ദം കേട്ടപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, പുറത്തു നിൽക്കുന്ന ആളോട് പറയണം സ്വർഗ്ഗത്തിലാണെന്ന്. പക്ഷെ ഒരു കാര്യം കൂടെ എക്സ്ട്രാ നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒത്തിരി പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരും. ഇതൊന്ന് ഓർമ്മപ്പെടുത്താൻ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ഇത്തിരി പ്രയാസവും ദുരിതമൊക്കെ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞേക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ആയിരുന്നു ആ വാതിലിന്റെ മുമ്പിൽ. ആ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ പഠിക്കാൻ കഴിയും. ഒന്ന് കരയും വായിച്ചാൽ. ഇവിടെ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം വായിച്ചാൽ പടച്ചവനെ സങ്കടപ്പെടുത്തും. ഇവിടെ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം നമുക്ക് ആർക്കും അറിയില്ല. ഉസ്മാൻ തങ്ങളുടെ ചരിത്രം അബൂബക്കർ തങ്ങളുടെ ചരിത്രം പോലെയല്ല, ഉമർ തങ്ങളുടെ ചരിത്രം പോലെയല്ല. ഉസ്മാൻ തങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ സങ്കടം തോന്നുമ്പോൾ നമുക്ക് ഉസ്മാൻ തങ്ങളുടെ വഫാത്തൊക്കെ നമുക്ക് മനസ്സിന് വല്ലാത്ത വേദനയുണ്ടാക്കും. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ആ സ്വഹാബിയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന ചില പാഠങ്ങൾ എന്താണ്? ഉസ്മാൻ തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? ഉസ്മാൻ തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? ആ സ്വഹാബിയുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം. ആ സ്വഹാബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ ആ സ്വഹാബിയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? 2026 ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിം സമുദായം പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു മോനെ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു പ്രത്യേകത എന്താണ്?
വല്ലാത്ത ലജ്ജയായിരുന്നു. സാധാരണ മനുഷ്യനെ പോലെയല്ല, സാധാരണ ഒരാളെ പോലെയല്ല, വല്ലാത്ത ഒരു ലജ്ജയായിരുന്നു. പടച്ചവനെ ഉസ്മാൻ തങ്ങളുടെ ലജ്ജയെ കുറിച്ച് പഠിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ലജ്ജയെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആ ചരിത്രത്തിലൂടെ നമ്മളൊന്ന് കടന്നു പോകണം സഹോദരാ. ഉസ്മാൻ തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. അല്ലാഹുവേ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ പടച്ചവനെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബികളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ 40-ാമനായിട്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആ ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പാഠം എന്തെന്നറിയോ? ആ സ്വഹാബിക്ക് വല്ലാത്ത ലജ്ജയാ, ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്ത ലജ്ജയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കടന്നു വരികയാണ്. നബി തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നു. നബി തങ്ങളുടെ ഉപദേശങ്ങൾ കേട്ടു. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങൾ അവിടെ നിന്ന് ശഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് മുസ്ലിമാവുകയാ. നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ശഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് മുസ്ലിമാവുകയാണ്. ഉസ്മാൻ തങ്ങൾ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ പിടിച്ചിട്ട് ഉസ്മാൻ തങ്ങൾ അവിടെ നിന്ന് മുസാഫഹത്ത് ചെയ്തു. നിങ്ങളെ ആ മുസാഫഹത്ത് ചെയ്ത വലത് കൈയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച വലത് കൈയുണ്ടല്ലോ, 83 വയസ്സ് വരെ ഉസ്മാൻ തങ്ങൾ ജീവിച്ചു. പെങ്ങള്, എടാ ചെറുപ്പക്കാരാ, 83ാമത്തെ വയസ്സിലാണ് ഉസ്മാൻ തങ്ങൾ ലോകത്തോട് വിട പറയുന്നത്. 83 വയസ്സ് വരെ ജീവിച്ച ഉസ്മാൻ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈയുണ്ടല്ലോ, ആ കയ്യിൽ പിടിച്ച വലത് കൈ കൊണ്ട് മരിക്കുന്ന കാലം വരെ ഉസ്മാൻ തങ്ങൾ സ്വന്തം ഔറത്തിൽ പോലും അവിടെ നിന്ന് തൊട്ടിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിലൊന്ന് തൊട്ടത് കാരണം, നബി തങ്ങളുടെ കയ്യിലൊന്ന് മുസാഫഹത്ത് ചെയ്തത് കാരണം മരിക്കുന്ന കാലം വരെ 83 വർഷം ജീവിച്ച ഉസ്മാൻ തങ്ങൾ ആ വലത് കൈ കൊണ്ട് മറ്റൊരാളുടെയല്ല, സ്വന്തം ഔറത്തിൽ പിന്നെ തൊടാൻ ലജ്ജയായിരുന്നു. നബി തങ്ങൾ തൊട്ട കൈയല്ലേ, ആ കൈ കൊണ്ട് സ്വന്തം ഔറത്തിൽ തൊടാൻ ലജ്ജയായിരുന്നു. ഇതായിരുന്നു ഉസ്മാൻ തങ്ങളുടെ ക്വാളിറ്റി. ഇതാണ് വല്ലാത്ത ലജ്ജയായിരുന്നു. നമ്മളെ പോലെയല്ല. പടച്ചവനെ, ഉസ്മാൻ തങ്ങളുടെ ചരിത്രം ലജ്ജയെ കുറിച്ച് അറിയണമെങ്കിൽ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാണ്. ഭാര്യയും ഭർത്താവും ഇങ്ങനെ കിടക്കുകയാണ്. പടച്ചവനെ, അപ്പോഴാണ് വീടിന്റെ വാതിൽ ഒരു സലാം കേൾക്കുന്നത്. ആരാ സലാം പറയുന്നത്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ വാതിലിന്റെ മുമ്പിൽ വന്ന് സലാം പറയുകയാണ്. നബി തങ്ങൾ അനുവാദം കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാ. എഴുന്നേറ്റില്ല ചെറുപ്പക്കാരാ. എങ്ങനെയാണോ കിടന്നത്, എങ്ങനെയാണോ കിടന്നത് അതുപോലെ നബി തങ്ങൾ അതുപോലെ കിടക്കുകയാണ്. അബൂബക്കർ തങ്ങൾ കയറി വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്ന് സംസാരിച്ചു. ആയിഷ ബീവി ഇരിക്കുന്നുണ്ട്. നബി തങ്ങളുടെ മുമ്പിൽ നിന്ന് അബൂബക്കർ തങ്ങൾ ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ഉമർ തങ്ങൾ വന്ന് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ അതുപോലെ കിടക്കുകയാണ്. മുത്തുനബി അതുപോലെ കിടക്കുകയാണ്. പടച്ചവനെ, ഉമർ തങ്ങൾ നബി തങ്ങളുടെ ചാരത്ത് വന്നിരുന്നു, സംസാരിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ മുമ്പിൽ ഒരു സലാം കേൾക്കുകയാണ്. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു സലാം പറയുമ്പോ നബി തങ്ങൾ ചാടി എഴുന്നേറ്റു. പെങ്ങളെ, ആയിഷ ബീവിയുടെ മടിയിൽ കിടന്ന നബി തങ്ങൾ ഉണ്ടല്ലോ, അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. വസ്ത്രം നേരെ ഇടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കമീസ് അല്പം ഇങ്ങനെ പൊങ്ങിയിരുന്നു. പെട്ടെന്ന് വസ്ത്രമൊക്കെ നേരെ ഇടുകയാണ്. ഉസ്മാൻ തങ്ങളുടെ മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നു. അവിടെ നിന്ന് സംസാരമെല്ലാം കഴിഞ്ഞിറങ്ങിപ്പോയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് മഹദിയായ ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, വാപ്പ വന്നപ്പോ നിങ്ങൾ അതുപോലെ കിടന്നല്ലോ. അബൂബക്കർ നിങ്ങൾ വന്നപ്പോ നിങ്ങൾ എഴുന്നേറ്റില്ല. ഉമർ നിങ്ങൾ വന്നപ്പോ നിങ്ങൾ എഴുന്നേറ്റില്ല. പക്ഷേ ഉസ്മാൻ നിങ്ങൾ വന്നപ്പോ എഴുന്നേറ്റല്ലോ നബിയേ, വസ്ത്രം നേരെ ഇട്ടല്ലോ നബിയേ, എന്ത് പറ്റി നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, ആയിഷ, ഉസ്മാനിന് വല്ലാത്ത ലജ്ജയാണ്. ആയിഷ, ഉസ്മാനിന് വല്ലാത്ത ലജ്ജയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉസ്മാൻ തങ്ങളുടെ ലജ്ജ കണ്ടിട്ട് മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു എന്ന് ചരിത്രം പറയുകയാണ്. ആ ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ ഗുണപാഠം എന്തെന്നറിയോ? ആ സ്വഹാബിക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. എന്നാ ആ ഉസ്മാൻ തങ്ങളുടെ തലമുറകളായി കടന്നു വരുന്ന ഇന്നത്തെ മുസ്ലിമീങ്ങളുണ്ടല്ലോ, നമുക്കില്ലാതെ പോയത് ലജ്ജയാണോ? ആണിനുമില്ല, പെണ്ണിനുമില്ല, പ്രായമുള്ളവനുമില്ല, കുട്ടികൾക്കുമില്ല. പഠിച്ചവനെ, ഒരാൾക്കും ഇന്ന് ലജ്ജയില്ലടോ. ഒന്ന് തുറന്നിട്ട് കൊണ്ട് നടക്കുകയാണ്. പരസ്യം
പരസ്യമായി ഔറത്തുകൾ തുറന്നിട്ട് കൊണ്ട് നടക്കുന്നു. ഒന്നിനും പേടിയില്ലടോ, എന്ത് ചെയ്യാനും പേടിയില്ലടോ. എന്ന് പറയുന്ന മജ്‌ലിസിൽ പോലും തലമറച്ചിരിക്കാൻ ഇന്ന് ഉമ്മമാർക്ക് മടിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ സമുദായം ലജ്ജയില്ലാതെ പോവുകയാണ്. ഔറത്ത് പോലും മറയ്ക്കാതെ ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, തലമറയ്ക്കാൻ പറഞ്ഞാ വല്ലാത്ത മടിയാണ്. പെങ്ങളെ, നാളെ നരകത്തില്, നാളെ മഹ്ശറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാണ്, നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ്, നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ്. പെണ്ണേ, നിന്റെ തലമുടി പോലും ഔറത്താണ്, നീ എല്ലാം തുറന്നിട്ട് കൊണ്ട് നടക്കുകയാണ്. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് അതാ നരകത്തിന്റെ ഒരു തൊപ്പി ഒരു പെണ്ണിന്റെ തലയിൽ ധരിപ്പിക്കുകയാ. ഒരു പെണ്ണിന്റെ തലയിൽ നരകത്തിന്റെ തീയാലുള്ള ഒരു തൊപ്പി അല്ലാഹു ധരിപ്പിക്കുകയാ. അല്ലാഹുവേ, മുഖത്തുകൂടെ തലച്ചോറിങ്ങനെ ഉരുകി ഒലിക്കുകയാണ്. ഈ പെണ്ണ് കള്ളു കുടിച്ചവളല്ല, അവള് വ്യഭിചരിച്ചവളല്ല, അവള് പലിശ തിന്നവളല്ല, അവള് ശിർക്ക് ചെയ്തവളല്ല, അവള് നിസ്കരിക്കാത്തവളല്ല. പ്രിയപ്പെട്ട പെങ്ങള്, തലമറയ്ക്കാതെ നടന്ന പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കുകയാണ്. നീ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുകയാ, മറ്റുള്ളവർക്ക് ഔറത്ത് തുറന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ആര് വേണമെങ്കിലും കാണാൻ. എന്തൊരു പാപമാടോ, എന്തൊരു പാപമാടോ. ഹറാമ് കാണുകയല്ലേ, ഹറാമ് കാണുകയല്ലേ. ഇതൊക്കെ പടച്ചവനെ പറയുന്നവനെ പരിഹസിക്കുന്ന കാലമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഹറാമ് കാണുന്ന ചെറുപ്പക്കാരാ, വൃത്തികേടുകൾ കാണുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ? നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പെടുന്ന പടച്ചറപ്പിന്റെ ഭയാനകമായ പരലോകമുണ്ടല്ലോ. അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ? ഈ ഹറാമ് കാണുന്ന കണ്ണുണ്ടല്ലോ, ഈ ഹറാമ് കണ്ട കണ്ണുണ്ടല്ലോ, ആ കണ്ണിലേക്ക് അല്ലാഹു ഈയമുരുക്കി ഒഴിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഹറാമ് കാണുക, ഇന്ന് ഔറത്ത് മറയ്ക്കുന്ന കാര്യം ആണാകട്ടെ പെണ്ണാകട്ടെ. ഇവിടെ നാളെ പെണ്ണുങ്ങളുടെ തലയിൽ ഒരു നരകത്തിന്റെ തൊപ്പി അല്ലാഹു ധരിപ്പിക്കും, മുടി പുറത്തിട്ട് കൊണ്ട് നടന്നതിന്റെ പേരിൽ. ഇത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലജ്ജ എന്ന് പറയുന്നത് ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയി. അത് ആണാകട്ടെ പെണ്ണാകട്ടെ, എന്റെ ചെറുപ്പക്കാരനാകട്ടെ, ഈ പ്രായമുള്ള മുടിയൊക്കെ നരച്ച ഉമ്മ ഇപ്പോഴും തലമറച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആണുങ്ങളാകട്ടെ, ഇതൊക്കെ നിസ്സാരമായി പോയി. ഇന്നത്തെ മാപ്പമാർ ഇപ്പൊ എല്ലാം വയത് കേൾക്കാൻ വലിയ തങ്ങന്മാരെ പോലെ, വലിയ മഹാന്മാരെ പോലെ എല്ലാവരും വയത് കേൾക്കുന്നുണ്ട്. ഈ വയത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന രംഗം ഒന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മൾ മനസ്സിലാക്കണം, നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല. ഇവിടെ വയത് കേൾക്കാൻ വരുന്ന വാപ്പ വളരെ മാന്യമായ രീതിയിൽ ഇവിടെ വന്ന് വയത് കേൾക്കും. പക്ഷെ വയത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ വാപ്പ മുണ്ടങ്ങിട്ട് പൊക്കിയിട്ട് ഒരു മടക്കി ഒരു എടുത്തുണ്ട്. പടച്ചവനെ, ഉപ്പാക്ക് അറിയാം മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള ഭാഗം ആണിന്റെ ഔറത്താണെന്ന്. പക്ഷെ അതിന്റെ മുകളിൽ വരെ ഉപ്പാട് അടിയിൽ കിടക്കുന്ന ആ ഇന്നറിന്റെ അതുവരെ പുറത്ത് കാണാൻ കഴിയുന്ന രീതിയിൽ ആ ഉപ്പ മുണ്ട് മടക്കി കൊടുത്ത് കിടക്കുന്നത് ഉപ്പാക്ക് അറിയില്ല ഔറത്താണെന്ന്. ഈ വയത് വരുന്ന ആൾക്കാരുടെ മുമ്പിലൂടെ നടക്കുന്നവർ, പെണ്ണുങ്ങളാണെങ്കിൽ പിന്നെ നിങ്ങളെ കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നടക്കുന്നു. അതിന്ന് പ്രദർശനമായി മാറി. ഇന്ന് തലയിൽ തട്ടമിടുന്നത്, ഇന്ന് തലയിൽ ഒരു ഷാളുണ്ട്, അത് തോളിലിടാനുള്ളതാണെന്ന് ഇന്നത്തെ മുസ്ലിം പെൺകുട്ടികൾ കരുതുന്നത്. എന്തിനാ അതുകൂടെ ഇടുന്നത്? എന്തിനാ അതുകൂടെ കഷ്ടപ്പെട്ടിരുന്നത്? അതുകൂടെ പറഞ്ഞാൽ പോരെ? ഇന്നത്തെ പെൺകുട്ടികൾ പഠിച്ചവനെ ഷാള് മുസ്ലിമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു ഷാൾ ഇങ്ങനെ തോളിലിടുകയാണ്. ഇവിടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അമുസ്ലിമീങ്ങളൊക്കെ എത്ര മാന്യമായിട്ടുള്ള വസ്ത്രമാണ് ധരിക്കുന്നത്. ഏറ്റവും സങ്കടകരം എന്ന് പറയട്ടെ, അമുസ്ലിമായ പെൺകുട്ടികൾ അവരൊക്കെ എത്ര മാന്യമായ രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്നു. ഈ ഉമ്മത്തിന് മാത്രമേ ഇങ്ങനെയുള്ളൂ. ബെഡ്റൂമിന്റെ അകത്ത് ധരിക്കേണ്ട ഡ്രസ്സ്, വീടിന്റെ അകത്ത് പോലും ധരിക്കാൻ മടിക്കുന്ന ഡ്രസ്സ് വിട്ടുകൊണ്ടാണ് ഇന്നത്തെ മുസ്ലിം പെൺകുട്ടികൾ നടക്കുന്നത്. എല്ലാത്തിന്റെ കയ്യിൽ ഒരു ഷാളുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് എവിടെ മറക്കണം നോക്കാൻ അറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ടൊക്കെ ഉസ്താദന്മാരെ കാണുമ്പോഴെങ്കിലും പെണ്ണുങ്ങൾ തലയിൽ തുണിയിടുമായിരുന്നു. പെണ്ണുങ്ങൾ പണ്ട് തലയിൽ തുണിയിടുന്നത് രണ്ട് സമയങ്ങളിലാണ്. ഒന്ന് ബാങ്ക് വിളിക്കുമ്പോഴും ഒന്ന് ഉസ്താദിനെ കാണുമ്പോഴും. ബാങ്ക് വിളിക്കുന്ന സമയത്ത് തലമറയ്ക്കും. എന്തിനാണെന്ന് എനിക്കെന്നെ അറിയില്ല. ബാങ്ക് വിളിക്കുന്ന സമയത്ത് മാത്രം തലമറയ്ക്കണമെന്ന് എന്നോട് ആരാ പറഞ്ഞത്? തലമറച്ച സ്വർഗ്ഗത്തിൽ പോകും. ബാങ്ക് വിളിക്കുന്ന സമയത്ത് തലമറച്ച സ്വർഗ്ഗത്തിൽ. ഉസ്താദിനെ കാണുമ്പോൾ വാരി വലിച്ചിട്ട് ഒരു വെപ്രാളം. അത് പണ്ട്, ഇപ്പൊ ഒന്നും ഇല്ലടോ. ഉസ്താദിനെ കണ്ട ഉള്ളതുകൂടെ ഊരിക്കളയും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദിനെ കാണുമ്പോൾ പണ്ടത്തെ പെണ്ണുങ്ങൾ തലയിൽ തുണിയിടും. ഇന്ന് ഉസ്താദിനെ കണ്ടു കഴിഞ്ഞാൽ ഓനോ ഒന്ന് നോക്കി വെച്ചിട്ട് യുവമാരെ നമുക്കെതിരെ പ്രസംഗിക്കുന്നത് ഉള്ളതുകൂടെ സങ്കടം തോന്നാറുണ്ട് പെണ്ണുമാരെ. എന്റെ പ്രിയപ്പെട്ടവരെ, ലജ്ജ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. വേണമെങ്കിൽ ഞങ്ങളെ കളിയാക്കും. പടച്ചവനെ, ഇന്നത്തെ പെൺകുട്ടികളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ, എല്ലാം ഇൻസ്റ്റാഗ്രാമിന്റെ കാലവാ, റീലിന്റെ കാലം. എവിടെ നോക്കിയാലും വീഡിയോയുടെ കാലം. നല്ലത് ഈനാൻ പറ്റിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറയുന്ന പോലെ ഉമ്മാടെ റീൽ എടുക്കുന്നത് മോള, ഉമ്മാടെ റീൽ എടുക്കുന്നത് മോള്, മോളുടെ റീൽ എടുക്കുന്നത് ഉമ്മ. നല്ല നല്ല ജോയിന്റെ രണ്ടും. എന്നിട്ട് ഇങ്ങനെ യാചിക്കുകയാ, ലീക്കതാ ഷെയർ ചെയ്. എന്തിങ്ങനെ ആയിപ്പോയി നിങ്ങൾക്ക് എന്താ സംഭവിച്ച സഹോദരിമാരെ? ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാവുള്ളേ? എടാ, ഈ ഇൻസ്റ്റാഗ്രാമും ഈ വീഡിയോയും കൊണ്ട് എന്ത് നേട്ടമായി? എന്റെ ഒരു സങ്കടം, ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ 10-32 വയസ്സുണ്ട്. ഓന്റെ അടുത്ത് കല്യാണക്കാര്യം ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ സങ്കടത്തോടെ പറഞ്ഞ ഒരു കാര്യം, ഉസ്താദെ, എന്താണ് നീ ഇത്രയും കാലമായി എനിക്ക് പെണ്ണ് കിട്ടുന്നില്ല ഉസ്താദെ, എനിക്ക് പെണ്ണ് കിട്ടുന്നില്ല ഉസ്താദെ. കാരണം ആ ചെറുപ്പക്കാരന് ഫേസ്ബുക്കും ഇല്ല, ഇൻസ്റ്റാഗ്രാമും ഇല്ല, വീഡിയോ ഇല്ല, സാധുവാ. അവൻ എനിക്ക് നല്ലതുപോലെ അറിയാം. കഞ്ചാവ് അടിക്കത്തില്ല, കള്ളു കുടിക്കത്തില്ല, ഒരു വീഡിയോ പോലും വലിക്കത്തില്ല. വളരെ മാന്യമായ രീതിയിൽ ജീവിതം നയിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. പക്ഷെ പെണ്ണ് കിട്ടുന്നില്ല. എന്നാൽ കഞ്ചാവ് അടിക്കുന്നവന്, MDMന്റെ കേസിലെ പ്രതിക്ക് ഒന്ന് ഒളിച്ചോടിയതാണെങ്കിലും കിട്ടുന്നില്ല. ഒന്ന് ആലോചിക്കുക. നല്ലവർക്ക് ഇന്ന് കിട്ടുന്നില്ല. കാരണം ഇന്ന് കയറിയിട്ടെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ ആലോചിക്കുക.
അവസാനം അങ്ങനെ തന്നെ ആയിപ്പോയി സമുദായം. ഇന്ന് എന്തും പറയാൻ, എന്തും കാണിക്കാൻ ഇവിടെ നാണമെന്ന് പറയുന്നതല്ലാതെ പോകുന്നുണ്ടോ? എന്തിനും ഒരു പരിധിയില്ലേ പെങ്ങന്മാരെ? സഹോദര, എന്തിനും ഒരു പരിധിയില്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ കളിക്കുന്നത്? ഇതുപോലെ വേറെ ആരുമില്ലല്ലോ, എവിടെ പോയാലും. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. കണ്ടപ്പോ സങ്കടം തോന്നി, ഇറങ്ങിപ്പോയി. കാരണം അവിടെ ഇരിക്കുന്നത് മുഴുവൻ മുസ്ലിമീങ്ങൾ. എന്നെ കണ്ടപ്പോ മനസ്സിലാക്കി, എവിടെ പോയാലും ഇത് തന്നെ. ഇപ്പൊ വയത് കേൾക്കാൻ വന്നിരിക്കുന്നു, പഠിച്ചവൻ എല്ലാം ഫർദ് ഹിജാബും. അള്ളാഹു പ്രതിഫലം തരുമാറാകട്ടെ. ആമീൻ പറ. ഇപ്പൊ ഇരിക്കണം മൊത്തം ഫർദ് ഹിജാബും. കല്യാണ വീട്ടിൽ പോയി നോക്കി, ഒരു കല്യാണത്തിന് വീട്ടിൽ ഈ അടുത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ എനിക്ക് അറിയുന്ന ഒരു സുഹൃത്തിന്റെ ഭാര്യ കല്യാണ വീട്ടിൽ പോവാ, ഫർദ ഇട്ടുകൊണ്ട് വന്നവരാ. ഫർദ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കൂടിയ ചുരിദാർ ആര് കാണാനാ? അതായിരിക്കുന്നത്. എല്ലാവരും ഇങ്ങനെയുള്ള ധാരണകളാണ്. അതെന്താ? അള്ളാനെ പറ്റിക്കാൻ വേണ്ടി. അങ്ങനെ എപ്പോ വേണമെങ്കിലും നടക്കാം. ഉസ്താദ് അള്ളൊന്നുമല്ല. ഉസ്താദിനെ കാണുമ്പോൾ തലമറക്കണം എന്നും പറഞ്ഞിട്ടില്ല. ഉസ്താദിനെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വല്ല ഉണ്ടോ? എനിക്കറിയില്ല. ഉസ്താദിനെ കാണുമ്പോൾ തലമറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ടോ? ബഹുമാനിക്കണം എന്ന് പഠിച്ചിട്ടുണ്ട്. ഉസ്താദിനെ ഗുരുനാഥനെ ബഹുമാനിക്കണം. ഉസ്താദിനെ കാണുമ്പോൾ തലമറക്കണം എന്ന് ഞാൻ പഠിച്ചിട്ടില്ല. ഉസ്താദിനെ കാണുമ്പോൾ ഒരു മറ. ഉസ്താദ് അങ്ങോട്ട് പോയ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഇവരുടെ വെപ്രാളം കാണണം. അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ബാങ്ക് വിളിക്കുന്ന ഷാളിട് എന്തൊരു വെപ്രാളം. അങ്ങനെ ഉമ്മായും മോളും കൂടെ ഷാള് തിരയും. അവസാനം കിട്ടിയത് ഒരു ഷാള. ഉമ്മായും പകുതി മോളും പകുതി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒറ്റ കളത്തിൽ പോയി കഴിഞ്ഞു. എന്തിനാ ഷാള്? ഇതിന്റെ പ്രത്യേകത എന്താ? എന്നെ സ്വർഗ്ഗത്തിൽ പോകുന്ന നീ വിചാരിച്ച ഷാളിട്ട തലയിൽ ഒരു ഷാളിട്ട സ്വർഗ്ഗത്തിൽ പോകുന്നില്ല പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആണാകട്ടെ. പിന്നെ വാപ്പ മുണ്ടും മടക്കി നടക്കും. ഉമ്മാടെ കോലൊന്നും പറയാതിരിക്കണം. പിന്നെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ സായിപ്പിന്റെ ദിക്റുട്ട് നടക്കുന്ന രാത്രി എന്നാണ് ഒരു കള്ളൻ വന്നു എന്ന് പറഞ്ഞൊരു ശബ്ദം കേട്ട ചാടി ഇറങ്ങുമ്പോൾ പടച്ചവനെ ഗോവ കടപ്പുറത്ത് നിൽക്കുന്നത് പോലെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, പെട്ടെന്നൊരു ശബ്ദം കേട്ടു. എല്ലാവരും കൂടെ വീടിന്റെ പുറത്തേക്ക് ചാടിയാൽ പടച്ചവനെ അത്ഭുതം. ഇപ്പൊ വാപ്പമാർ വിടാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുപ്പക്കാർ നിക്കറിട്ടുകൊണ്ട് റോഡിൽ കൂടെ നടക്കാം. ഔറത്ത് ആണാകട്ടെ പെണ്ണാകട്ടെ, പെൺകുട്ടികളുടെ ഒക്കെ കോലങ്ങൾ നിങ്ങൾ ചിന്തിക്കാത്തത്. നിങ്ങൾ വീടിന്റെ അകത്ത് പോലും നിങ്ങളുടെ മക്കളെ ധരിക്കുന്ന വസ്ത്രത്തെ കുറിച്ച് ഓർമ്മയുണ്ടോ? നിങ്ങൾ ഉമ്മമാരല്ലേ? നിങ്ങളുടെ പ്രായപൂർത്തിയായ മക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ. ഈ പെൺകുട്ടി 15 18 വയസ്സുള്ള പൊന്നുമോള് ആ പ്രായപൂർത്തിയായ മകളുടെ മുമ്പിലൂടെ ഈ കൂടപ്പുറപ്പായ സഹോദരൻ നിക്കർ വിട്ട് നടക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നുണ്ടോ? എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പൊന്നുമോള് 15 വയസ്സുകാരി 18 വയസ്സുകാരി വാപ്പ ഇരിക്കുന്നുണ്ട്, ഉമ്മ ഇരിക്കുന്നുണ്ട്, കൂടപ്പുറപ്പ് ഇരിക്കുന്നുണ്ട്. ഇവിടെ നൈറ്റ് ഡ്രസ് ഇട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വരുന്നേ. നിനക്ക് കണ്ണില്ലേ മകളെ? നിനക്ക് കണ്ണില്ലേ സഹോദരി? നിന്റെ മകളെ നീ കാണുന്നവളല്ലേ? അവളുടെ ശരീരത്തിന്റെ വളർച്ചകൾ അറിയുന്നതല്ലേ? നീ ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു മുടി കാണുന്നത് പോലെയോ കൈ കാണുന്നത് പോലെയല്ലോ. ശരീരത്തിന്റെ ഔറത്തുകൾ പുറത്തു കാണുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് വീടിന്റെ അകത്ത് നടക്കുന്നവർ ധരിക്കണ്ട എന്ന് പറയുന്നില്ല. മാന്യമായ വസ്ത്രം ധരിക്കാമല്ലോ. ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ഉസ്താദേ അവർ കൂടപ്പുറപ്പല്ലേ? എന്താ കൂടപ്പുറപ്പിനെ കാണാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നത് പെങ്ങളെ, നിന്റെ സഹോദരന്റെ ഔറത്ത് നിനക്ക് കാണാൻ പറ്റുമോ? നിന്റെ ഔറത്ത് നിന്റെ സഹോദരനെ കാണാൻ പറ്റുമോ? വേണ്ട, നിനക്ക് ജന്മം നൽകിയ നിന്റെ വാപ്പയുടെ ഔറത്ത് കാണാൻ പറ്റുമോ? നിങ്ങളുടെ ഉമ്മയുടെ ഔറത്ത് കാണാൻ പറ്റുമോ? എടോ, മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാ? മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാ? കളിയും തമാശയും ഒക്കെ മാറ്റട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാ? ഉസ്താദേ, മക്കള് സെക്സ് വീഡിയോ കാണുന്നു, വൃത്തികേടുകൾ നടത്തുന്നു, കണ്ടവന്റെ കൂടെ നടക്കുന്നു, തലതിരിഞ്ഞു പോയി എന്ന് പരിഹസിക്കുമ്പോ സങ്കടം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാവുക? നിനക്കറിയത്തില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇന്ന് സിനിമ കാണുന്നത് പടച്ചവനെ സെക്സ് ഇല്ലാത്ത സിനിമകൾ ഇന്നില്ലടോ. ഏത് ഫിലിമാണ് കൂടപ്പുറപ്പുകളായി കുടുംബക്കാർ ഒരുമിച്ചിരുന്ന് കാണാൻ, വാപ്പയും ഉമ്മയും മക്കളും സഹോദരനും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഫിലിം പറയാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ലജ്ജ തോന്നുകയാണ്. ഒരുമിച്ചിരുന്നാണ് ഇന്ന് കാണുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദര, എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്നറിയോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് മക്കളെ കയറണമെങ്കിൽ അനുവാദം ചോദിക്കണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, 3 സമയങ്ങളിൽ വാപ്പായും ഉമ്മായും താമസിക്കുന്ന ബെഡ്റൂമിന്റെ അകത്ത് മക്കൾ കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. വയത് പറയുന്ന ഉസ്താദിന് ചൂടുവെള്ളവും വയത് കേൾക്കാൻ വന്നവർക്ക് ചായ അല്ലേ കുടിച്ചില്ലേ? പായസമാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നിങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അള്ളാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ എനിക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ വാതിൽ ഇങ്ങനെ തട്ടിയിട്ട് അനുവാദം ചോദിക്കണം. ആര്? 45 വയസ്സുകാരനല്ല, 25 വയസ്സുകാരനല്ല, 18 വയസ്സുകാരനല്ല, 13 വയസ്സുകാരനല്ല, പ്രായപൂർത്തിയാകാത്ത മക്കൾ എന്ന് പറഞ്ഞാൽ 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലി നിസ്കരിപ്പിക്കണം. ആ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കൾ, 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, അവർ വാപ്പയും ഉമ്മയും താമസിക്കുന്ന റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ 3 സമയങ്ങളിൽ അനുവാദം ചോദിച്ചിട്ട് അകത്ത് കയറാവൂ, അല്ലാതെ കയറരുത് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏതായി 3 സമയം? 1 വെളുപ്പാങ്കാലം, സുബഹിയുടെ സമയം, സുബഹിക്ക് മുമ്പുള്ള സമയം. 2 ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന സമയം. 3 രാത്രി. ഈ 3 സമയങ്ങളിൽ വാപ്പായും ഉമ്മായും റൂമിന്റെ അകത്തുണ്ടെങ്കിൽ ആ റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം, ഇല്ലാതെ കയറരുത് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ ഇതിന്റെ കാരണം? എന്താണ് ഇതിന്റെ കാരണം? എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്.
നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഈ ആണുങ്ങളെല്ലാവരും നമ്മളൊക്കെ രാത്രി കിടക്കുമ്പോൾ ഒരു മുണ്ടെടുത്തിട്ട് കിടന്നുറങ്ങും. കൊടുക്കൂലേ? നിങ്ങൾ എന്തോ വെടിയുണ്ടത് പോലെ ഇരിക്കുന്ന മുണ്ടെടുക്കൂലേ? എല്ലാവരും മുണ്ടെടുക്കൂലേ? കൊടുക്കാറുണ്ടല്ലോ. ഈ വെളുപ്പാങ്കാലത്ത് നേരം വെളുത്തിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യം തിരയുന്നത് എന്താ? ഈ മുണ്ട് എവിടെയാണ്? നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം ആരും ബെൽറ്റൊന്നും ഇട്ടിട്ടല്ലോ കൊടുക്കണേ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം നമ്മൾ ആദ്യം തിരയുന്നത് മുണ്ടന്റെ ആമിന ഓ കിടക്കണോ ആക്കാ. സുബ്ഹാനല്ലാഹ്. നീ ചിന്തിച്ച് നോക്കിക്കേ, ഈ വെളുപ്പാങ്കാല സമയത്ത് നിന്റെ മകനോ നിന്റെ മകളോ ആ ബെഡ്റൂമിന്റെ അകത്തെങ്ങാനും കയറി വന്ന സുബ്ഹാനല്ലാഹ് സായിപ്പ് പോലും തോറ്റുപോകും. വാപ്പ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വാപ്പ കടപ്പുറത്ത് കിടക്കണ പോലെ കിടക്കാം. ഉമ്മയുടെ കാര്യം ഞാൻ പറയണില്ല, വീട്ടിലിരിക്കുന്ന ചുരിദാർ പെടാതെ എനിക്കറിയില്ല. അല്ലാഹു നിങ്ങളെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ, എല്ലാം കേസായതുകൊണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാപ്പയുടെ മുണ്ട് മാറി കിടക്കുന്നുണ്ട്, ഉമ്മയുടെ ഔറത്ത് തുറന്നു കിടക്കുന്നുണ്ട്. ഇത് ഒരു മകനോ ഒരു മകളോ കാണാൻ പാടില്ല. അതാ ഖുർആൻ പറയുന്നത്. ഒരു മകൻ കണ്ടെന്ന് പറഞ്ഞ ഒന്നുമില്ല. എന്റെ ഉമ്മയുടെ ഔറത്ത് ഈ സമയത്ത് ഞാൻ കണ്ടാൽ എനിക്കൊന്നും തോന്നറില്ല. നിങ്ങളുടെ വാപ്പയുടെ ഔറത്ത് നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്കൊന്നും തോന്നറില്ല. എന്നാലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, കാണണ്ട കാണണ്ട കാണണ്ട. പ്രത്യേകിച്ച് ആ കുഞ്ഞുങ്ങൾ കാണാൻ പാടില്ല. ആ പ്രായപൂർത്തിയാകാത്ത മക്കൾ അത് കാണാൻ പാടില്ല. കാരണം പടച്ചവനെ ചൊട്ടയിലെ ശീലമ ചുടല വരയുന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ഈ പിഞ്ചുമക്കളുടെ മനസ്സിലത് പതിയുകയാണ്. ആ പിഞ്ചുമക്കളുടെ മനസ്സിലത് പതിയുന്നു. ഒരുപാട് സംശയങ്ങൾ വരുന്നു. അവസാനം ഭാവിയിൽ ഒരു വഴിതെറ്റി പോകാൻ കാരണമാകുന്നു. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, വാപ്പയുടേതാണെങ്കിലും കാണരുത്, ഉമ്മയുടേതാണെങ്കിലും കാണരുത്. സൂക്ഷ്മത പുലർത്തിയിട്ട് വേണം മക്കളെ വളർത്തേണ്ടതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുമ്പോ നിങ്ങളെ ബാത്റൂമിന്റെ വാതിൽ തുറന്നിട്ടിട്ട് ബെഡ്റൂമിന്റെ വാതിലടച്ചിട്ട് ഞാനും കുഞ്ഞും മാത്രമല്ലേ ഉള്ളൂ. ഒരുമിച്ച് കുളിക്കുന്ന കുട്ടികളും ഉമ്മമാരുമില്ലേ? ഇന്ന് നിസാരമാണോ? മക്കളുടെ മുമ്പിൽ ഇരുന്ന് എന്തും കാണിക്കുകയാണ്. ആ പിഞ്ചുമക്കള് പൊട്ടന്മാരല്ല, അവർക്ക് പലതും തിരിയും ചെറുപ്പക്കാരാ. പെങ്ങളെ, പിഞ്ചുമക്കള് പഴയതുപോലെയല്ല. നിനക്കറിയാത്ത പല കാര്യങ്ങളും ഇന്ന് കുഞ്ഞുങ്ങൾക്കറിയാമടോ. ഇന്നത്തെ കുട്ടികൾക്ക് വല്ലാത്ത കഴിവാണ്. പഴയതുപോലെയല്ല, കാലം മാറി പെങ്ങള്. കുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന മക്കൾ പോലും ചർച്ച ചെയ്യുന്നത് പല പല കാര്യങ്ങളാണോ. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ യൂട്യൂബ് കാണാറുണ്ടല്ലോ, ഒന്നെടുത്ത് പരിശോധിച്ച് നോക്ക് മക്കളെ കാണുന്നത് എന്താണെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കളെ വളർത്തുമ്പോൾ എത്രത്തോളം സൂക്ഷ്മത പുലർത്തണമെന്ന് ഖുർആൻ പറയുകയാ. അതുകൊണ്ട് ലജ്ജയില്ലാത്ത സമൂഹമായി മാറിയിരിക്കുകയാണ്. വിധങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരും, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ എന്റെ സമുദായം നടുറോഡിൽ കിടന്ന് വ്യഭിചരിക്കുകയാ. ഒന്ന് മാറിക്കിടന്നാ പോരെ, ഒന്ന് മാറിക്കിടന്ന് ചെയ്താ പോരെ എന്ന് ചോദിക്കുന്ന ഒരു കാലം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ആ ഹദീസ് കേട്ടപ്പോ അത്ഭുതമായിരുന്നു. ഇങ്ങനെയൊക്കെ നടക്കുമോ പടച്ചവന്? റോഡിൽ കിടന്ന് വ്യഭിചരിക്കുമോ? മാറിക്കിടക്കാൻ പറയുന്ന ഒരു കാലം വരുമെന്ന് നബി തങ്ങൾ പറഞ്ഞല്ലോ. ഇതൊക്കെ പടച്ചവനെ നടക്കുന്ന കാര്യമാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷേ ഇന്ന് പടച്ചവനെ നമ്മുടെ സമുദായത്തിനൊരു മരം മതിയടോ. ഏതെങ്കിലും കടപ്പുറത്തോ ബീച്ചിലോ റോഡ് സൈഡിലോ ഒരു മരം മതിയടോ. മരത്തിന്റെ ചുവട്ടിലെ പടച്ചവനെ അവരിൽ നിന്ന് വൃത്തികേടുകൾ ചെയ്യുകയാണ്. എന്തിനാണ്? സഞ്ചരിക്കുന്ന ബസിന്റെ ഏറ്റവും പുറകിലെ സീറ്റ് ഉണ്ടല്ലോ, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് വല്ലാത്ത ഇഷ്ടമാണ്. സാധാരണ ആരും പുറകിൽ പോയിരിക്കാറില്ല. ഇന്നത്തെ കുട്ടികൾക്ക് ഏറ്റവും ബാക്കിലെ സീറ്റാണ്, കണ്ടക്ടർ പുറകിലിരിക്കുന്ന സീറ്റാണ്. ഓടിച്ചവിടെ ഇരിക്കുകയാണ്. അല്ലാഹുവേ, ലജ്ജ തോന്നാറുണ്ടോ? സങ്കടം തോന്നാറുണ്ടോ? നാണമില്ലാതെ പോകുന്നടോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, നാണമില്ലാത്തവൻ എന്ത് വേണമെങ്കിലും ചെയ്യാമടോ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ചില മക്കൾക്ക് വല്ലാത്ത നാണമാണ്. മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു വാപ്പ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇവന് വല്ലാത്ത ലജ്ജയാ നബിയേ. ഇവൻ ആരോടും സംസാരിക്കാറില്ല നബിയേ. ഇവൻ ആരുടെ മുമ്പിലും വരാറില്ല നബിയേ. ഇവന് വല്ലാത്ത നാണമാണ് നബിയേ. നമ്മളും പറയാറുണ്ടല്ലോ, ഉമ്മ ഇവക്ക് വല്ലാത്ത നാണമാ, ഇവൾ ആണുങ്ങളുടെ മുമ്പിൽ വരൂല, അവൾ തലം തുറന്നിട്ട് കൊണ്ട് ആരുടെ മുമ്പിലും പോകില്ല, എത്ര നിർബന്ധിച്ചാലും അവൾ സംസാരിക്കില്ല, അവൾക്ക് വല്ലാത്ത നാണമാണെന്ന് പറഞ്ഞ് വഴക്ക് പറയുന്ന ഉമ്മ. പൊന്നുമോന് വൃത്തികേടുകൾ കാണുമ്പോൾ മാറി നിൽക്കുകയാണ്. അവൻ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും ഇടപെടാറില്ല, പെണ്ണുങ്ങളോട് അധികമായി സംസാരിക്കാറില്ല, ഒരു മോശമായ കാര്യങ്ങൾക്കും നിന്റെ മകന് പോകാറില്ല. നീ പറയും അവന് നാണമാണെന്ന്, ഇവന് വല്ലാത്ത നാണമാണെന്ന്. എന്നാൽ അങ്ങനെ പറയല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട്, എന്റെ പൊന്നാര മകന് വല്ലാത്ത നാണമാണ് നബിയേ, ഇവൻ ആരോടും അധികം സംസാരിക്കാറില്ല നബിയേ, ഉപദേശിക്കണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അവനെ വിട്ടേക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അവനെ വിട്ടേക്കാർ. കാരണം എന്തെന്നറിയോ? ഈമാനുള്ളവന്റെ അടയാളമാണ് ലജ്ജയുണ്ടാവുക. ഈമാനുള്ളവന്റെ അടയാളമാണ് ലജ്ജയുണ്ടാവുക.
ഈമാനിന്റെ ഭാഗമല്ലേ ലജ്ജ എന്ന് പറയുന്നത്. ഈമാനില്ലാത്തവൻ എന്ത് നാണമടോ, എന്ത് മാനമടോ, എന്തുളുപ്പടോ, എന്തും ചെയ്യുമടോ. മാനമില്ലാത്തവന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിയോട് പറയുകയാ, മോളെ ലജ്ജയുള്ളവളാകൂ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ, ശരീരം മറച്ചു നടക്കൂ. ഈ തൊലിവെളുപ്പും ഈ സൗന്ദര്യമൊക്കെ എത്ര കാലമാണ് പെണ്ണേ തുറന്നിട്ട് കൊണ്ട് നടക്കുന്നത് കൊണ്ട് നിനക്കെന്ത് നേട്ടമാ പെണ്ണേ? ഇതെല്ലാം പുഴുക്കൾ തിന്നാനുള്ളതല്ലോ. ഒരു രോഗം വന്നാ സർവ്വതും തീരുമല്ലോ. ഇന്ന് പെണ്ണുങ്ങളെ ശരീരം തുറന്നിട്ട് കൊണ്ട് വല്ലാത്ത സൗന്ദര്യവതിയാണെന്ന് കാണിച്ചുകൊണ്ട് നടക്കുകയാണ്. ചെറുപ്പക്കാരും അങ്ങനെ തന്നെയാണ്. ഇല്ല മക്കള്, എല്ലാം അല്ലാഹുവിന് ഒരു നിമിഷം മതി എല്ലാം ഇല്ലാതാക്കാൻ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ. ഈ തുറന്നിട്ട് കൊണ്ട് നടക്കുന്നത് ഒരിക്കലും സൗന്ദര്യമല്ല പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ. അല്ലാതെ ഹറാമ കണ്ടുകൊണ്ട് ഔറത്ത് തുറന്നിട്ടുകൊണ്ട് അല്ലാഹുവിനെ മറന്നു നടന്ന നിസാര ശിക്ഷയല്ല ഉമ്മ, നിസാര ശിക്ഷയല്ല. ആഖിബത്ത് മോശമാകും പെങ്ങള്. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, വൃത്തികേടുകൾ കാണുന്നവന്, സെക്സ് വീഡിയോ കാണുന്നവന് ഇന്ന് വല്ലാത്ത ഒരു രസമാണോ? പരസ്പരം ഷെയർ ചെയ്യുകയാണ്. കൂടപ്പറപ്പുകൾ പടച്ചവനെ കൂട്ടുകാർ സെക്സ് വീഡിയോ വല്ലാതെ ഷെയർ ചെയ്യുന്ന കാലമാണ്. അതിനുവേണ്ടി ഗ്രൂപ്പുകൾ ഉണ്ടോ? ആണുങ്ങളും പെണ്ണുങ്ങളും ഷെയർ ചെയ്യുകയാണ്. വേണ്ട മോളെ, ഹറാമാ മോളെ, ഹറാമാ മോനെ. അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷയെ കുറിച്ച് നിനക്കറിയാനട്ടാ. വൃത്തികേടുകൾ കാണുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അത് ചെറിയ പാപമല്ല, അത് ചെറിയ പാപമല്ല. നിനക്കതിനെ കുറിച്ച് അറിയാനട്ടാ. അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയോ? ഈമാനില്ലാത്ത മരണമാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ മലക്ക് അസ്റായീൽ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വരുന്ന രംഗമുണ്ടല്ലോ. അതിന്റെ വിരൽ മുതൽ റൂഹ് പിടിച്ച് ഈ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ആഗ്രഹമുണ്ടോ പെങ്ങള്? പൊന്നുമോളെ, കഴിയില്ല പെങ്ങള്. ഹറാമ കാണുന്നവന്, സെക്സ് വീഡിയോ കാണുന്നവന്, വൃത്തികേടുകൾ കാണുന്നവര് അല്ലാഹു നിങ്ങൾക്ക് ഈമാനുള്ള മരണം തരൂല. പടച്ച റബ്ബേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്, നല്ല മരണം തരണേ അല്ലാഹ്. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. പടച്ചവനെ ക്യാൻസർ കൊണ്ട് കഷ്ടപ്പെടുന്നവര്, മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവര്, അല്ലാഹുവേ എല്ലാവർക്കും താങ്ങും തണലുമായി നിൽക്കുന്നവരാ, എല്ലാവർക്കും താങ്ങും തണലുമായി നിൽക്കുന്നവരാ. സംഘാടകർ ബക്കറ്റുമായി കടന്നു വരികയാണ്. പടച്ചവനോട് പറയണം, അല്ലാഹ് പടച്ചവനെ മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഒരാൾ 5 പൈസ വെറുതെ കൊടുക്കണ്ട. സദഖത്തുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്, മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റുമെന്ന്. അതുകൊണ്ട് പടച്ചവര് സംഘാടകർ ബക്കറ്റുമായി കടന്നു വരുന്നു. ശഅബാൻ മാസമാണ്, അല്ലാഹുവിനോട് ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാണ്. തലയുടെ മുകളിൽ അല്ലാഹുവിന്റെ മലക്കുകൾ കാത്തു നിൽക്കുകയാണ്. ഈ ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹു തന്നതിൽ നിന്ന് അല്പം നിങ്ങൾ കൊടുത്താൽ ആ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് പടച്ചവനോട് പറയുന്നു, അല്ലാഹ് ഉള്ളതിൽ പങ്കു കൊടുത്തു റബ്ബേ, ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. കൊടുക്കാതെ ഇരുന്നാൽ പടച്ച റബ്ബ് തന്നതിൽ നിന്ന് അല്പം കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ മലക്കുകളെ പടച്ചവനോട് പറയുന്നു, അല്ലാഹ് നീ കൊടുത്തത് ഇവനെ പിടിച്ചു വെച്ചു റബ്ബേ, നീയും പിടിച്ചു വെക്കണേ അല്ലാഹ്. ശഅബാനിന്റെ രാത്രിയാ, ശഅബാനിന്റെ രാത്രിയാ. അതുകൊണ്ട് അല്ലാഹു തന്നതിൽ നിന്ന് ഒരല്പം കൊടുക്കാൻ മനസ്സ് കാണിക്ക്. അല്ലാഹു തന്നതിൽ നിന്ന് ഒരല്പം നിങ്ങൾ കൊടുക്ക്. തലയുടെ മുകളിൽ നിന്നുകൊണ്ട് ഒരു മലക്ക് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് അവരവരെ കൊണ്ട് കഴിയുന്നത് കൊടുക്കുക. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞാൻ ഇരുന്നോട്ടെ, ഇരുന്ന് പ്രസംഗിച്ചോട്ടെ. സുഖമില്ലടോ, ഒന്നാമത് കാലിന് നടുവിന് വേദന. സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഇത്രയും ദൂരം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ റെസ്റ്റ് പോലും എടുത്തില്ല. അല്ലാഹു നമ്മുടെ രോഗങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു ബക്കറ്റും കൊണ്ടുപോയി ഞങ്ങൾ പോയാൽ അതൊക്കെ പടം നീ ഭയങ്കര കണ്ട ആധുനിക യുവ ഹൈടെക് യുവാന്ന് തോന്നുന്നുണ്ട് പഠിച്ചാനെ.
സ്കാനറൊക്കെ കൈ കൊണ്ട് നടക്കാനില്ല, ഒരു രക്ഷയില്ല. സാധനം പൈസ ഇല്ല, ഗൂഗിൾ പേ ഇല്ല, എല്ലാം ഉണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ വിചാരിക്കുന്നത് ഈ ഹറാമ് കാണുന്നത് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ധാരണ. നമ്മൾ വിചാരിക്കുന്നില്ല, നമുക്ക് അതിനെക്കുറിച്ച് അറിയാനിട്ടാ ഇതെല്ലാം ഇങ്ങനെ നടക്കാം. ആണും പെണ്ണാകട്ടെ ഒന്നും ഒരു ശ്രദ്ധയില്ല. ഭാര്യയും ഭർത്താവുമാരെ പോലും ഇന്ന് സെക്സിന്റെ കാലമാണ്. അവിടെ നോക്കിയാൽ തന്നെ ഇന്ന് ഗ്രൂപ്പുകൾ പോലും കുറച്ചവനെ ഒരു ബോധമില്ലെന്ന്. എന്റെ പ്രിയപ്പെട്ടവൻ, അതിനകത്ത് എന്ത് സന്തോഷമാകട്ടെ എന്ന് ആർക്കും അറിയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു ഭാര്യയും ഭർത്താവും പോലും നിങ്ങളെ കുറിച്ച് പഠിക്കണോ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിതങ്ങളുടെ ചരിത്രം വായിച്ചു നോക്ക്. ഉസ്മാൻ തങ്ങളുടെ സ്വന്തം കൈകൊണ്ട് പോലും ഔറത്തിൽ തൊട്ടിട്ടില്ല എന്ന ചരിത്രം പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇന്ന് അതിന് അഡിക്റ്റായി പോകുന്നു എല്ലാവരും. അത് കണ്ടിട്ടൊരു ആനന്ദം, ഒരു സുഖം എന്താ നിങ്ങൾക്ക് അതുകൊണ്ട് നേടാൻ കഴിയുക? ഇന്ന് പരസ്പരം വീഡിയോകൾ പിടിച്ചു വെക്കുക. സ്വന്തം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വീഡിയോകൾ പോലും പിടിച്ചു വെക്കുന്ന ഒരു കാലഘട്ടം. മൊബൈൽ അവിടെ എവിടെയെങ്കിലും കൊടുക്കുമ്പോഴെല്ലാം അറിയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ട് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ഇങ്ങനെ തവാഫ് ചെയ്യുക ഒരു മഹാൻ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾ എഴുന്നേറ്റ് ആണുങ്ങളൊക്കെ എഴുന്നേറ്റ് ഇതിന് മുന്നോട്ട് പോകാം. നമ്മളുടെ സാമൂഹിക അകലം കൂടി പോയി. ഇനി കൊറോണ ഒന്നുമില്ല, കസേര എടുത്തോണ്ട് പോകാം. ഈ സ്ഥിര യാത്രയായതുകൊണ്ട് ഒന്നാമത് നല്ല തണുപ്പില്ലേ? നിങ്ങൾക്ക് ബോക്സിന്റെ ഒട്ടിയിരിക്കേണ്ട ഇവിടെ കയറി ഇരിക്കുന്നു. പെട്ടെന്ന് തണുപ്പുണ്ടോ? നിങ്ങൾ കോട്ട കെട്ടിരിക്കുന്നു. ഇങ്ങോട്ട് കയറി ഒന്ന് വാ മനുഷ്യന്മാരെ, നിങ്ങൾ എന്ത് സ്നേഹമില്ലാത്ത. പെട്ടെന്ന് കയറി ഇരിക്കുന്നു. അതോട് കയറി അള്ളാഹു നമുക്ക് നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മഹാൻ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിൽ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. സ്വർഗം തായെന്നൊന്നുമല്ല ദുആ ചെയ്യുന്നത്. ഈ മനുഷ്യൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന, പടച്ചോനെ എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാഹ്. ദുആ ചെയ്യണേ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവേ, എന്റെ സഹോദരങ്ങളുടെ അവസ്ഥ എനിക്ക് വരുത്തല്ലേ അല്ലാ. എനിക്ക് ഈമാനുള്ള മരണം തരണേ അല്ലാ. തവാഫ് ചെയ്യുന്ന വേളയിൽ ഇങ്ങനെ നോക്കുമ്പോ ഈ ചങ്ങാതി ഇത് മാത്രമേ ദുആ ചെയ്യുന്നുള്ളൂ. അള്ളാഹിനോട് പറയുന്ന, പടച്ചവനെ എന്റെ സഹോദരന്റെ അവസ്ഥ എനിക്ക് വരുത്തരുത്, എനിക്ക് ഈമാനുള്ള മരണം തരണം. അങ്ങനെ ദുആ ചെയ്യുന്ന ഒരു മനുഷ്യനെ കാണുകയാണ്. ഈ മഹാൻ തവാഫെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഈ ചെറുപ്പക്കാരനെ കാണുകയാണ്. അവിടെ നിന്ന് ചോദിച്ചു, മോനെ നീ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു, നീ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു. അല്ലാഹുവിനോട് പറയുമ്പോൾ നിന്റെ സഹോദരങ്ങളുടെ അവസ്ഥ വരുത്തരുതെന്ന്, നിന്റെ ഇക്കാട് അവസ്ഥ വരുത്തരുതെന്ന് നീ പടച്ചവനോട് ദുആ ചെയ്യുന്നല്ലോ. എന്നോട് പറയുമോ നിന്റെ ഇക്കാനും പറ്റി, നിന്റെ ജ്യേഷ്ഠൻ എന്താണ് സംഭവിച്ചത് എന്ന് മഹാനവർകൾ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തങ്ങളെ എന്റെ ജ്യേഷ്ഠൻ അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനാ, ഞങ്ങളുടെ നാട്ടിലെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനാണ്. ഒരുപാട് വർഷമായി എന്റെ ഇക്ക പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ ഇക്കാടെ മരണമെടുത്തപ്പോ, എന്റെ ജ്യേഷ്ഠന്റെ മരണമെടുത്തപ്പോ, അല്ലാഹുവേ ഞാൻ എന്റെ ജ്യേഷ്ഠന്റെ അടുത്തുണ്ടായിരുന്നു. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന എന്റെ സഹോദരന്റെ ചാരത്ത് ഞാൻ ഉണ്ടായിരുന്നു. പടച്ചവനെ, മരിക്കാൻ സമയമായപ്പോ എന്നോട് പറഞ്ഞു ഖുർആൻ എടുത്തു കൊടുക്കാൻ, ഖുർആൻ എടുത്തു കൊടുക്കാൻ. ഞാൻ വിചാരിച്ചു ഖുർആൻ ഓതി മരിക്കാനായിരിക്കും തമ്പുരാന്. ഒരുപാട് കാലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനാണല്ലോ, അതുകൊണ്ട് ഖുർആൻ ഓതി മരിക്കാനായിരിക്കും തമ്പുരാന്. ഖുർആൻ എടുത്ത് കയ്യിൽ കൊടുക്കുമ്പോ അവിടെ നിന്ന് ഖുർആൻ എടുത്ത് വലിച്ചെറിയുകയാ. ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ ജ്യേഷ്ഠൻ മരിച്ചത് ഈമാനില്ലാതെയാ. ശഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തപ്പോൾ അവിടെ നിന്ന് പോടാ എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. ഈമാനില്ലാതെയാണോ മരിച്ചുപോയത്, ഈമാനില്ലാതെയാണോ മരിച്ചുപോയത്? എന്താണെന്ന് എനിക്കറിയില്ല, എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ ജ്യേഷ്ഠൻ നല്ല ഒരു മനുഷ്യനായിരുന്നു, പക്ഷേ ഈ മരണത്തിന്റെ സമയം ഇങ്ങനെയായി പോയി. ഇതുകൊണ്ടാണ് ഞാൻ പടച്ചവനോട് ദുആ ചെയ്യുന്നതെന്ന് പറയുമ്പോ മഹാനവറുകൾ ചോദിച്ചു, മോനെ നിന്റെ ഇക്ക നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഖുർആൻ ഓതുന്ന മനുഷ്യനായിരുന്നു. അവിടെ പറഞ്ഞു നിസ്കരിക്കുന്നവനാ, ഖുർആൻ ഓതുന്നവനാ, സദഖ കൊടുക്കുന്നവനാ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനായിരുന്നു. മഹാനവറുകൾ ചോദിക്കുകയാണ്, നിന്റെ സഹോദരന് എന്തെങ്കിലും ഒരു ദുശീലം ഉണ്ടായിരുന്നോ, മോശമായ എന്തെങ്കിലും ഒരു സ്വഭാവം ഉണ്ടായിരുന്നോ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, തങ്ങളെ എന്റെ സഹോദരന് ഒരു ദുശീലം ഉണ്ടായിരുന്നു, എന്റെ ഇക്കാന് മോശമായ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താണ് മോശമായ സ്വഭാവം എന്നറിയോ? അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുമായിരുന്നു. അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്നത് ഒരു ഹരമായിരുന്നു. അല്ലാഹുവേ, മഹാനവറുകൾ അവിടെ നിന്ന് പറയുകയാണ്, എങ്കിലും മോശമായ മരണത്തിന്റെ കാരണം അത് തന്നെയാ. ഔറത്ത് കാണുകയാ, മോശമായത് കാണുകയാ, ഹറാമ് കാണുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആഖിറത്ത് പോലും മോശമായി പോകുന്ന
പോകുന്ന ഒരു തെറ്റാടോ? നിസാരമല്ല, നിസാരമല്ല. അതുകൊണ്ട് ലജ്ജയുള്ളവരാക്, ഔറത്ത് മറച്ചുകൊണ്ട് നടക്ക്. സംസാരത്തിനാകട്ടെ, വസ്ത്രധാരണയിലാകട്ടെ, അല്ലെങ്കിൽ നോട്ടത്തിനാകട്ടെ, പ്രവർത്തനങ്ങളിലാകട്ടെ, നമ്മൾ ലജ്ജയുള്ളവരാകണം. നമ്മൾ ലജ്ജയുള്ളവരാകണം. ലജ്ജ എന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാണ്. ഈമാനുള്ളവർക്ക് ലജ്ജയുണ്ടാകോ, അല്ലാത്തവൻ അഴിച്ചുവിട്ടവനെ പോലെയാണ്. അതുകൊണ്ട് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒന്നാമത്തെ പ്രത്യേകതയുണ്ട്. വല്ലാത്ത ലജ്ജയായിരുന്നു. ലജ്ജ കണ്ടിട്ട് മലക്കുകൾ പോലും അവിടെ നിന്ന് അത്ഭുതപ്പെട്ടു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പടച്ചവനെ രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? ഉസ്മാൻ തങ്ങളുടെ രണ്ടാമത്തെ പ്രത്യേകത എന്താ? അല്ലാഹുവേ, ആര് കയ്യിലെ മുമ്പ് നീട്ടിയാലും, ആരെന്ത് ചോദിച്ചാലും ഉസ്മാൻ തങ്ങൾ കൊടുക്കുമായിരുന്നു. സദഖ കൊടുക്കാൻ വല്ലാത്ത ആഗ്രഹമായിരുന്നു. പാപങ്ങളെ സഹായിക്കാൻ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ വല്ലാത്ത ഒരു മനസ്സായിരുന്നു. വീണ്ടും വീണ്ടും കൊടുക്കാൻ വല്ലാത്ത ഒരു ആഗ്രഹമായിരുന്നു. നമ്മളെ പോലെയല്ല സഹോദര. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ നബി തങ്ങളുണ്ടല്ലോ, പടച്ചവനെ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബാ.